അപ്പുവും ബദ്രിയുമാണ് പാറുവിൻ്റെ കാതുകുത്താൻ കൊണ്ടുപോയത്. അച്ചു വരുന്നില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. പുറത്തേക്ക് ഇറങ്ങാൻ അവൾക്ക് പേടിയായിരുന്നു. പേരറിയാത്തൊരു ഭയം. ബദ്രി അവളെ നിർബന്ധിച്ചില്ല. കുഞ്ഞുവാവ ഉറക്കെ കരയുന്നത് കണ്ടു. കരയുമ്പോൾ ആ മുഖം ആകെ ചുവന്നിരിക്കുന്നു. കണ്ടിട്ട് സഹിക്കുന്നില്ല. ബദ്രി അവൻ്റെ നെഞ്ചിൽ കിടന്ന് വിരൽ നുണഞ്ഞുകൊണ്ട് ചുറ്റും നോക്കിയിരിക്കുന്ന പാറുകുട്ടിയെ നോക്കി. വേദനിപ്പിക്കാൻ തോന്നുന്നില്ല. അവൻ മോളെ നെഞ്ചോട് അടക്കി പിടിച്ചു. അപ്പു, വാടാ പോകാം. ബദ്രി എഴുന്നേറ്റു. വാവക്ക് കാതുകുത്തണ്ടേ? കമ്മലിട്ട് കാണണ്ടേ കണ്ണേട്ടാ? വേണ്ട, എൻ്റെ പാറുകുട്ടിക്ക് വേദനിക്കും. അല്ലടി പെണ്ണെ. അവൻ മോളുടെ നെറ്റിയിൽ കവിളമർത്തി. എൻ്റെ പാറുകുട്ടി കാതുകുത്തണമെന്ന് പറയുമ്പോൾ അവൾക്ക് തോന്നുന്ന പ്രായത്തിൽ മതി. ഇപ്പോൾ വേണ്ട. ദേ, അത് തന്നെ കണ്ടിട്ട് സഹിക്കുന്നില്ല. പിന്നെയാണോ സ്വന്തം കുഞ്ഞിന്? ബദ്രി മോളെ പൊതിഞ്ഞു പിടിച്ച് പുറത്തേക്കിറങ്ങി. ചാരുപടിയിലിരുന്ന് പാറുകുട്ടിയെ ഉറക്കുവാണ് ബദ്രി. അവരെ തന്നെ നോക്കി അച്ചുവും ഉണ്ടായിരുന്നു. കുറച്ചു മാറി. ബദ്രി അമ്പിളിമാമനെ കണ്ട് ഒന്ന് ചിരിച്ചു. പഴയ ഓർമ്മകളിൽ ചുണ്ടിൽ പുഞ്ചിരി കത്തി. അവൻ അച്ചുവിനെ നോക്കി. എന്താ ചിരിക്കണേ? അവൾ അതിശയത്തോടെ ചോദിച്ചു. മേഘങ്ങൾക്കിടയിൽ അമ്പിളിമാമനെടുത്ത് ആടാൻ ഒരു ഊഞ്ഞാലിടണമെന്ന് വാശി പിടിച്ച നാളുകളുണ്ടായിരുന്നു നിനക്ക്. വാചാലരായ രണ്ട് ഹൃദയങ്ങളെ പേറി മൗനത്തെ കൂട്ടുപിടിച്ചവർ ഇരുന്നു. പഴയ ഓർമ്മകളെ താലോലിച്ചുകൊണ്ട് ബദ്രി അച്ചുവിനെ നോക്കിയിരുന്നു. ചാരുപടിയിലിരുന്ന് മാനത്തെ അമ്പിളിമാമനെ കണിച്ചിമാതെ നോക്കിയിരിക്കുകയാണ്. നെഞ്ചിൽ കിടന്ന പാറുക്കുട്ടി ഒന്ന് ചിണുങ്ങി. പിന്നെ മെല്ലെ കണ്ണു തുറന്നവൾ അച്ഛനെ നോക്കി. കുഞ്ഞി കൈകൾ കൊണ്ട് അവൻ്റെ താടിയിൽ അള്ളിപ്പിടിച്ചു. അപ്പോഴാണ് ബദ്രി അച്ചുവിൽ നിന്ന് നോട്ടം മാറ്റിയത്. ഉണ്ട കണ്ണു വീഴ്ചു നോക്കുന്ന പാറുക്കുട്ടിയെ കണ്ട് ബദ്രി ചിരിച്ചു. അച്ചിയുടെ പാറുക്കുട്ടി ഉറങ്ങിയില്ലേ? ചുണ്ടും വിരലും തള്ളവിരലും ചേർത്ത് ആ കുഞ്ഞി പെണ്ണിൻ്റെ താടി കൊഞ്ചിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. മറുപടിയായി അവൾ കണ്ണ് ചിമ്മിക്കൊണ്ട് വിരൽ വായിലിട്ട് നുണഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ മുഖം ഉരച്ചു. ബദ്രി അത് കണ്ട് ചിരിയോടെ അച്ചുവിനെ നോക്കി. പാല് കുടിക്കാനാവും. അത് കേൾക്കേണ്ട താമസം അച്ചു കുഞ്ഞിനെ വാങ്ങി മാറോട് ചേർത്തു. അപ്പോഴും പാറുക്കുട്ടി ബദ്രിയുടെ ഷർട്ടിൽ വിടാതെ പിടിച്ചിരുന്നു. അച്ചു അത് കണ്ട് ബദ്രിയെ നോക്കി. ബദ്രി കുഞ്ഞിൻ്റെ കൈ വേർപ്പെടുത്തി ആ കൈയിൽ ചുണ്ടമർത്തി. റൂമിലേക്ക് പൊക്കോ, അവൻ പറഞ്ഞു. അച്ചു തലയാട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി. ബദ്രി ചാരുപടിയിൽ തന്നെ ഇരുന്നു. ആരാ വിളിച്ചത്? ദത്തൻ ചോദിച്ചു കേട്ട് പത്മ ഫോൺ ടേബിളിൽ വെച്ച് അയാൾക്കരികിലേക്ക് ചെന്നു. നയനമോള്. ഹരിയെക്കുറിച്ച് വല്ലതും പറഞ്ഞോ? അയാൾ ആകാംക്ഷയോടെ ചോദിച്ചു. ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുക. എന്നാലും അവൻ എന്താ പറ്റിയത്? അത്രക്ക് അശ്രദ്ധയോടെയാണോ അവൻ ഡ്രൈവ് ചെയ്തത്? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അയാൾ നിശ്വസിച്ചു. പത്മ സഹതാപത്തോടെ അയാളെ നോക്കി. അവനിങ്ങനെ കിടന്നിട്ടും നിനക്കൊരു സങ്കടമില്ലേ? അല്ലാലും രണ്ടാനമ്മ എന്ന് പറഞ്ഞാൽ ഇത്രയല്ലേ ഉള്ളൂ. കിടന്ന കിടപ്പിൽ അയാൾ മുഖം തിരിച്ചു. രണ്ടാനമ്മ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ മോനെ നോക്കിയ പോലെ എൻ്റെ കുഞ്ഞിനെ ഞാൻ നോക്കിയിട്ടില്ല. എന്നിട്ടും പറയുന്നു രണ്ടാനമ്മ. പത്മ ദേഷ്യം കൊണ്ട് വിറച്ചു. ഇപ്പോൾ ഇങ്ങനെ ജീവനോടെ നിൽക്കുന്നത് നിങ്ങളുടെ ഹരി കാരണമല്ല, എൻ്റെ മോൻ കാരണാ. ഞാൻ വിളിച്ച് കരഞ്ഞപ്പോൾ രാത്രിക്ക് രാത്രി ഓടി വന്നതാ അവൻ. നിങ്ങളെ പൊന്നുമോന് വരാൻ കഴിയില്ലെന്നാ പറഞ്ഞേ. എൻ്റെ ഹരി അങ്ങനെ പറയില്ല. അയാളുടെ ശബ്ദം നേർത്തു. നിങ്ങളുടെ ഹരിയെ അങ്ങനെ പറയൂ. അച്ഛനെ പോലെ തന്നെ ദുഷിച്ച മനസ്സാണ്. പത്മ ടേബിളിലിരുന്ന മരുന്നെടുത്ത് ഗ്ലാസ്സിൽ വെള്ളം നിറച്ചു വെച്ചു. ഹരിയെ വാഴ്ത്തിപ്പാടും. പക്ഷേ എല്ലാം ചെയ്തു തരുന്നത് പടിയിറക്കി വിട്ട എൻ്റെ മോനാ. അവനെ കണ്ണിന് പിടിക്കില്ല. ഹരിയെ സ്നേഹിക്കരുത് എന്നും വെറുക്കണം എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ബദ്രിയും മകനാണെന്ന് ഒന്നോർത്താ മതി. ഇനി എന്നും ചോദിക്കുന്നത് പോലെ സ്വന്തം മകനല്ലെന്ന് വല്ല തോന്നലും ഉള്ളിലുണ്ടോ? ഒരുപാട് നാൾ അടക്കി വെച്ചതെല്ലാം ചോദിച്ചു പോവുകയായിരുന്നു ആ നിമിഷം. ഇപ്പോൾ എന്ത് പറഞ്ഞാലും കേട്ടുകിടക്കും. അല്ലയിൽ കൂർത്ത ഒരു നോട്ടം, അത്രേ ഉള്ളൂ. വർദ്ധിച്ച ദേഷ്യത്തോടെ ദത്തൻ പത്മയെ നോക്കി. ഒരക്ഷരം ഇനി നീ മിണ്ടിപ്പോവരുത്. അയാളുടെ മുഖം ദേഷ്യത്താൽ വിറച്ചു. മുഖം ചുവന്നു. എന്തോ സന്തോഷമാണ് കേട്ടപ്പോൾ തോന്നിയത്. നിഷേധിക്കില്ലെന്ന് അറിയാമായിരുന്നു. എത്രയൊക്കെ പറഞ്ഞാലും സ്വന്തം ചോരയല്ലേ. ബദ്രിയും ദത്തനെ പോലെയാണ്. ദേഷ്യം വരുമ്പോൾ മുഖം ചുവക്കും. അടക്കി പിടിച്ച് ദേഷ്യത്തോടെ പൊട്ടിത്തെറിക്കും. പത്മ കണ്ണുകൾ തുടച്ച് പുറത്തേക്കിറങ്ങി. ദത്തൻ നിശ്വസിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചു. ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോൾ ഒറ്റയ്ക്കിരിക്കുന്ന 5 വയസ്സുകാരൻ ബദ്രിയെ കാണും. തന്നെ നോക്കിയാലും താൻ നോക്കാറില്ല. പത്മയുടെ മടിയിലിരുന്ന 7 വയസ്സുകാരൻ ഹരി ഓടി വരും. കരഞ്ഞുകൊണ്ട് ബദ്രിയെക്കുറിച്ചുള്ള പരാതി പറയും. അതിനു പകരം പത്മയെ ഒന്ന് കൂർപ്പിച്ചു നോക്കുമ്പോൾ പത്മ പേടിയോടെ ബദ്രിയും എടുത്ത് റൂമിലേക്ക് പോയിട്ടുണ്ടാവും. ഒരിക്കൽ പത്മയെ അടിച്ചതിന് ആദ്യമായി ബദ്രി തൻ്റെ കൈകളെ തടഞ്ഞപ്പോഴാണ് ആദ്യമായി ദേഷ്യം തോന്നിയത്. അതും അവൻ 7 വയസ്സുള്ളപ്പോൾ. ഹരിയോട് വഴക്ക് കൂടിയാൽ അടിക്കാൻ ദത്തൻ ചെല്ലുമ്പോൾ ഒഴിഞ്ഞു മാറും. തൻ്റെ ഭാഗത്തെ ന്യായം പറഞ്ഞു വാദിക്കും. അവനറിയാം അവൻ്റെ ഭാഗം പറയാൻ അവനേ ഉള്ളൂന്ന്. അന്നും ചെറുപ്രായത്തിൽ അടിക്കാനോങ്ങുന്ന ദത്തനെ കൈകളെ തടഞ്ഞു തുടങ്ങി. ഒറ്റയ്ക്കിരുന്ന് കരയുന്നത് കണ്ടിട്ടുണ്ട്. അമ്മയോട് പരാതി പറയുന്നത് കേൾക്കാം. ഒന്നും കണ്ടില്ലെന്ന് അടിക്കാറാണ് പതിവ്. അവന് അമ്മയുണ്ടല്ലോ, അതാണ് ചിന്തയിൽ എപ്പോഴും വരാറ്. ഓർമ്മകൾ തലക്ക് ചുറ്റും ഓടിക്കൊണ്ടിരുന്നു. അതിലെല്ലാം ബദ്രി മാത്രം. എടി ഒരു ഉമ്മ താടി. ശങ്കർ കൊഞ്ചിക്കൊണ്ട് അമ്മാളുവിനെ വട്ടം പിടിച്ചു. അങ്ങോട്ട് മാറി നിൽക്കുണ്ണിയേട്ടാ, അമ്മ
അമ്മ വരും. അവളൊന്ന് കുതറി നോക്കി. ഇപ്പോൾ ആരും വരില്ല, വേഗം താ, ഇച്ചു വെയിറ്റിംഗ് ചെയ്യുന്നുണ്ടാവും. അവൻ അവളെ പിടിച്ചു നിർത്തി. വിയർപ്പ് പൊഴിഞ്ഞ് അവളുടെ നെറ്റിയിൽ വിരലോടിച്ചു. ഇടുപ്പിൽ പിടിച്ചവനോട് ചേർത്ത് നിർത്തി. അവന് വിധേയായി നിന്ന് അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അധരങ്ങളിലേക്കടുത്തു. എടാ ഉണ്ണി! അമ്മയുടെ ഉറക്കെയുള്ള വിളി കേട്ടു. അമ്മാളു ഞെട്ടിക്കൊണ്ട് അവനെ തള്ളി മാറ്റി. ഈ തള്ള! ശങ്കർ നാവ് കടിച്ചു. മാളു! അവൻ കൊഞ്ചി. ഒന്ന് പോയേ, ഇല്ലെങ്കിൽ നിങ്ങളുടെ അമ്മ ഇപ്പോൾ വരും, പണി കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ച്. ശങ്കർ ചവിട്ടിത്തൊള്ളി പുറത്തേക്ക് പോയി. അമ്മാളു അവൻ പോകുന്നത് നോക്കി ചിരിച്ചു. കുറെ നേരമായല്ലോ പരങ്ങി കളിക്കുന്നു, കാര്യം എന്താണെന്ന് വെച്ചാൽ പറ, ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് ദോശകഷ്ണം വായിലേക്ക് വെച്ചതും അപ്പു അടുത്തേക്ക് ചെന്നിരുന്നു. കണ്ണേട്ടാ, എനിക്കൊരു 1000 രൂപ വേണം. അത് കേട്ടതും ബദ്രി സംശയത്തോടെ അവനെ നോക്കി. നോക്കി പേടിപ്പിക്കേണ്ട മനുഷ്യ, ഒരു ഷർട്ട് എടുക്കാനാണ്. കോഴ്സിനൊക്കെ ചേരുമ്പോൾ ഒരു നല്ല ഷർട്ടൊക്കെ വേണ്ടേ? അപ്പോൾ കഴിഞ്ഞ തവണ ഗൗരിയുടെ കൂടെ പോയി നീ എടുത്തതോ? ബദ്രി ചോദിച്ചു. അത് ശങ്കറിൻ്റെ കല്യാണത്തിനല്ലേ. തൽക്കാലം അത് മതി, എൻ്റെ സാലറി കിട്ടിയിട്ട് എടുക്കാം. ബദ്രി എഴുന്നേറ്റ് കൈ കഴുകി. എന്നാ ഒരു 100 രൂപ തരുമോ? വീണ്ടും ചോദിച്ചു. അതെന്തിനാടാ? ഫ്രണ്ട്സൊക്കെ കൂടെ പുറത്തു പോകുന്നു. ബദ്രി അമർത്തി മൂളി. പേഴ്സിലുള്ളത് 200ൻ്റെ നോട്ടാണ്, അത് അവന് കൊടുത്തു. ബാക്കി കൊണ്ടുവന്നേക്കണം, ഒരു താക്കീത് പോലെ പറഞ്ഞു. ഓ ശരിയേ, അപ്പോൾ തൊഴുതുകൊണ്ട് പറഞ്ഞു. അവൻ പോകുന്നത് കണ്ട് ബദ്രി ചിരിച്ചു. ബാക്കി ഇനി തിരികെ കിട്ടില്ലെന്നറിയാം, ചുമ്മാ പറയുന്നതാണ്. ബാക്കി എവിടെയെന്ന് ചോദിച്ചാൽ തപ്പിക്കളിക്കുന്നത് കാണാം. പിന്നെ നിങ്ങളെന്താ മനുഷ്യ നോക്കി പേടിപ്പിക്കണേ എന്നൊരു ഡയലോഗും. ഓർത്ത് ചിരിച്ചുകൊണ്ട് ബദ്രി റൂമിലേക്ക് പോയി. പാറുകുട്ടി താഴെ ബേബി ബെഡിൽ കമിഴ്ന്ന് കളിക്കുന്നുണ്ട്. ബദ്രി അവളെ ഒന്ന് നോക്കിയ ശേഷം കണ്ണാടിക്ക് മുന്നിൽ ചെന്ന് നിന്ന് മുടി ഒതുക്കി. താടി ഒന്ന് ഒഴിഞ്ഞുകൊണ്ട് ഷർട്ട് നേരെ ഇടുമ്പോഴാണ് ടേബിളിലിരിക്കുന്ന സിന്ദൂരച്ചെപ്പ് കണ്ടത്. റൂമിലേക്ക് കടന്നു വന്ന അച്ചുവിനെ ഒന്ന് നോക്കി. ആ സിന്ദൂരരേഖ ഒഴിഞ്ഞു കിടക്കുന്നു. ചങ്കിൽ മുള്ളുകൊണ്ടൊരു വേദന. വേഗം റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി. അച്ചു അത് ശ്രദ്ധിച്ചതേയില്ല. അവളും മറ്റെന്തൊക്കെയോ ഓർക്കുകയായിരുന്നു. ഇന്നെന്താടാ നേരത്തെ ഇറങ്ങാൻ പറഞ്ഞത്? ഡ്രൈവ് ചെയ്യുന്ന ബദ്രിയെ നോക്കി ഇച്ചു ചോദിച്ചു. മറുപടി പറഞ്ഞില്ല. വണ്ടി ചെന്ന് നിന്നത് ഷോപ്പിന് മുന്നിലാണ്. ഇങ്ങോട്ടാണെന്ന് വാ തുറന്ന് പറഞ്ഞൂടെ നിനക്ക്? ഇച്ചു അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പുറത്തേക്കിറങ്ങി. അപ്പോണ് 2-3 ഷർട്ട് എടുക്കണം, നീ സെലക്ട് ചെയ്യ്. ഞാൻ കുട്ടികളുടെ സെക്ഷനിൽ പോയിട്ട് വരാം. മുണ്ടിൻ്റെ അറ്റം പിടിച്ചുകൊണ്ട് അവൻ മുന്നോട്ട് നടന്നുപോയി. പാറുകുട്ടിക്ക് 2 കുഞ്ഞുടുപ്പെടുത്തു. ഒപ്പം വീട്ടിലിടാൻ കാഷ്വൽ ഷോർട്സും കുഞ്ഞു ടീഷർട്ടും വാങ്ങി. വൈഫിന് ഒന്നും വാങ്ങുന്നില്ലേ സർ? അവർ ബിസിനസ് മൈൻഡിൽ ചോദിച്ചതാണേലും അവനത് ഓർത്തിരുന്നു. എന്തേലും വാങ്ങണം, പക്ഷേ വാങ്ങിക്കുവോ? വേണ്ടെന്ന് പറയുമോ? പുറത്തേക്ക് വിളിക്കുമ്പോൾ പോലും ഒഴിഞ്ഞു മാറുന്ന ആളാണ്. ഇന്ന് രാവിലെ തന്നെ ഒന്ന് നോക്കിയത് കൂടെ ഇല്ലല്ലോ. ഒഴിഞ്ഞു കിടക്കുന്ന സിന്ദൂരരേഖ അവൻ വീണ്ടും ഓർത്തു. പക്ഷേ അവൾക്ക് വാങ്ങിക്കൊടുക്കാതിരിക്കാനും പറ്റുന്നില്ല. ലേഡീസ് സെക്ഷനിൽ ചെന്ന് നോക്കി. ഒന്നും കണ്ടിട്ട് തൃപ്തി തോന്നുന്നില്ല. ധാവണിയും ചുരിദാറും മിടിയും ഒക്കെ നോക്കി. അവസാനം കടും പച്ച നിറമുള്ള സാരി എടുത്ത് കയ്യിൽ പിടിച്ചു. ചുവന്ന് കരയുള്ള സാരി. പുഞ്ചിരിയോടെ അത് പാക്ക് ചെയ്തോളം പറഞ്ഞു. ഷോപ്പിൽ നിന്നെല്ലാം വാങ്ങിയിറങ്ങുമ്പോൾ അവൻ മനസ്സിൽ ചിലതൊക്കെ ചിന്തിച്ചു കൂട്ടിയിരുന്നു. ഉമ്മറത്ത് തന്നെ അച്ചു ഉണ്ടായിരുന്നു. മടിയിലിരിക്കുന്നുണ്ട് പാറുക്കുട്ടി. പാറുക്കുട്ടിയെ ഒന്ന് വിളിക്കേണ്ട താമസം. അതുവരെ വായിൽ കൈയിട്ട് നുണഞ്ഞുകൊണ്ടിരിക്കുന്നവൾ ഒന്ന് ചിരിച്ചു. കാണാൻ തന്നെ ഒരു ചേലായിരുന്നു. തൊണ്ണക്കുട്ടി വായിൽ നിന്ന് തേനൊലിപ്പിച്ച് ചിരിക്കുമ്പോൾ വലുതാക്കി എഴുതിയ ഉണ്ടക്കണ്ണുകൾ അങ്ങ് വിടർന്നു. കൈ നീട്ടി അവൾ ബദ്രിയെ നോക്കി. ബദ്രി അവളെ വാരിയെടുത്തു. മുഖം നിറയെ ഉമ്മ കൊടുത്തു. മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചപ്പോൾ എന്തൊക്കെയോ ശബ്ദമുണ്ടാക്കി കുഞ്ഞിപ്പെണ്ണ് സന്തോഷം അവനെ അറിയിച്ചു. അച്ചു 2 പേരെയും നോക്കി പടിയിൽ നിന്നതേ ഉള്ളൂ. ജിപ്സിയിൽ നിന്ന് കവറുകളെല്ലാം എടുത്തുകൊണ്ട് വന്നു. അച്ചയുടെ പാറുകുട്ടിക്ക് ഉടുപ്പ് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. കവറിൽ നിന്ന് ഡ്രസ്സ് എടുത്ത് അവൻ ആ കുഞ്ഞു മേനിയിലേക്ക് വെച്ചു നോക്കി. ഹൈവ കൊള്ളാലോ, ചുന്ദരി. അവൻ മോളുടെ കവിളിൽ ഉമ്മ വെച്ചു. അച്ചു ചായ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു. കുറച്ച് മാറി നിന്നു. ബദ്രിയുടെ മുഖത്തെ ചിരി മാഞ്ഞു. അടുത്തിരുന്ന സാരിയുടെ കവർ എടുത്ത് അവൻ എഴുന്നേറ്റതും അച്ചു അത് ശ്രദ്ധിക്കാതെ റൂമിലേക്ക് പോയിരുന്നു. ബദ്രി മോളെയും എടുത്ത് അവരുടെ അടുത്തേക്ക് ചെന്നു. ജാലകത്തിനടുത്ത് പുറത്തേക്ക് നോക്കി നിൽക്കുമായിരുന്നു അച്ചു. ചെറുതായി മഴ പെയ്യുന്നുണ്ട്. കുഞ്ഞിനെ താഴെ ഇരുത്തി അവൻ അവൾക്ക് അരികിൽ ചെന്ന് നിന്നു. ഇതുപോലൊരു മഴയിൽ എൻ്റെ നെഞ്ചിലേക്ക് ഓടിക്കയറി വന്നവളാണ് നീ, മഴയിലേക്ക് നോക്കി നിന്നവൻ പറഞ്ഞു. അച്ചു നിറയുന്ന മിഴികളെ പിടിച്ചടക്കി മഴയിൽ കണ്ണു നട്ടിരുന്നു. അന്ന് കൂടെ കൂട്ടിയതാണ്. പിന്നീടുള്ള ഓരോ നിമിഷങ്ങൾക്കും എൻ്റെ ജീവൻ്റെ വിലയുണ്ട്. അവൻ അവളെ നോക്കി. നിനക്ക് എന്നോട് ഇഷ്ടമല്ലേ, അതോ ഇതെല്ലാം പ്രായത്തിൻ്റെ വെറുതെ അട്രാക്ഷൻ മാത്രമാണോ? ടേബിളിലിരിക്കുന്ന അവളുടെ ഡയറി ചൂണ്ടിയവൻ ചോദിച്ചു. അവളുടെ മൗനം അത്രമേൽ അവനെ ദഹിപ്പിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ ചോദ്യം കേട്ട് അച്ചു ഒന്ന് ഞെട്ടി കണ്ണു നിറച്ചവനെ നോക്കി. നിന്നെ കണ്ട നാൾ മുതൽ നീ എനിക്ക് പ്രിയപ്പെട്ടത് തന്നെയായിരുന്നു. നിന്നോടൊപ്പമുള്ള ഓരോ നിമിഷവും ഞാൻ എന്തുമാത്രം സന്തോഷിച്ചിരുന്നു എന്നോ. നിന്റെ കുറുമ്പും കൊഞ്ചലും കളിയും ചിരിയും അതെല്ലാമായിരുന്നു എൻ്റെ ലോകം. നിന്റെ ഭ്രാന്തമായ സ്നേഹം, അതാണ് എന്നെ നിന്നിലേക്ക് കൂടുതൽ അടുപ്പിച്ചത്. കിണ്ണൻ അച്ചുൻ്റെ എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്ന നീ എൻ്റെ എല്ലാം ആയിരുന്നു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു.
അച്ചു മിഴികൾ താഴ്ത്തി നിന്നു. മൗനമായി തേങ്ങി. ജീവിതത്തിൽ നിറം പകർന്നത് നീയായിരുന്നു. ഓരോ ദിവസങ്ങളെയും പ്രതീക്ഷയോടെ കണ്ട് ജീവിച്ചത് നിന്നിലൂടെയായിരുന്നു. നിന്റെ കുസൃതികളെ പ്രണയത്തോടെ നോക്കിക്കാണാനായിരുന്നു എനിക്കിഷ്ടം. ഒരു തരത്തിൽ മറ്റൊരു ഭ്രാന്ത്. അവൻ ജനലടികൾ പിടിച്ചു മുറുക്കി. കാറ്റടിച്ച് അകത്തേക്ക് വെള്ളത്തുള്ളികൾ തെറിച്ചു വീണു. സഹിക്കുന്നില്ല ഈ മൗനം. നിന്നിലേക്ക് ഓടിയെത്താൻ നോക്കുംതോറും നീ ഓടി അകലുന്ന പോലെ. അവൻ ദയനീയമായി അവളെ നോക്കി. വീണ്ടും മൗനം. കരളിൽ ഒരു കത്തി കുത്തിയിറക്കുന്നത് പോലെ. ബദ്രി ഷോൾഡറിൽ മുഖം തുടച്ചു. ഇഷ്ടമല്ലെങ്കിൽ തുറന്നു പറയാം. മനസ്സറിയാതെ ഒരു തെറ്റേ ഞാൻ ചെയ്തോളൂ നിന്നോട്. നിന്റെ ശരീരത്തെ സ്വന്തമാക്കി. അറിഞ്ഞുകൊണ്ടായിരുന്നില്ല.